ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നയാളാണ് നദീം ഖാൻ. ഇദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആണ്. ഇദ്ദേഹം ഈ നവംബർ 21 ഒരു വീഡിയോ പുറത്തിറക്കി. റെക്കോർഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ മോഡി സർക്കാർ എന്നായിരുന്നു തലക്കെട്ട്. ഫാസ്റ്റ് മോദി സർക്കാരിന് കീഴിൽ മുസ്ലിം ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് APCR എന്നൊരു സംഘടനയുടെ എക്സിബിഷനിൽ നദീം ഖാൻ തന്നെ നടത്തിയ പ്രസംഗമാണ് വീഡിയോയുടെ കാതൽ. അതിൽ വിവിധ വ്യക്തികളുടെ പങ്കാളിത്തം, വിവിധ സംഭവങ്ങൾ എന്നിവ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഫാസിസ്റ്റ് സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലുകൾ പ്രത്യേകം പരാമർശിച്ചു. ഡൽഹി പോലീസ് ഈ വീഡിയോ ഇട്ടതിന്റെ പേരിൽ FIR ഇട്ട് നവംബർ 30 കേസെടുക്കുകയുണ്ടായി. ഈ വീഡിയോ സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്നു അത്രേ. വീഡിയോയിൽ ഹിന്ദു സമുദായത്തിനെതിരെ ഒന്നും മോശമായി പറയുന്നില്ല. ഫാസിസ്റ്റ് സർക്കാരിനും സംഘടന നേതൃത്വങ്ങൾക്കും എതിരെ പരാമർശിച്ചിട്ടുണ്ട്. പോലീസ് അതിനെയാണ് വളച്ചൊടിച്ച് കേസെടുത്തത്. കേസ് കോടതിയിലുണ്ട്. കാക്കിക്കളസം കോടതിയിൽ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടു തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന്റെ പേര് യതി നരസിംഹാനന്ദ എന്നാണ്. ഇദ്ദേഹത്തിന്റെ മുഖ്യ ജോലി എന്തെന്നാൽ മുസ്ലിം സമുദായത്തിനെതിരെ വൃത്തികേടുകൾ പറയുക എന്നത് മാത്രമാണ്. കുറെ കേസുകൾ വന്നപ്പോൾ പേരിന് അറസ്റ്റുകൾ ഉണ്ടായി. ഉടൻ തന്നെ ജാമ്യവും കിട്ടി പാട്ടും പാടി പുറത്തിറങ്ങുകയും ചെയ്തു. ഇയാൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കാൻ വരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു പോലീസിനും ഇയാൾ ചെയ്യുന്നത് സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്നതാണ് എന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. ഒരു കോടതിക്കും ഇയാളുടെ ജാമ്യം നിഷേധിക്കാനും ഇതുവരെയും തോന്നിയിട്ടില്ല. ഈ വരുന്ന ഡിസംബർ 19 ഉത്തർപ്രദേശിൽ ഇയാൾ ഒരു ധരം സൻസദ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇയാൾ അവിടെ വർഗീയ വിഷം ചീറ്റും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നബിയുടെ കോലം കത്തിക്കാൻ പറഞ്ഞവൻ ഇനി എന്താണ് പറയുക എന്നത് മാത്രമാണ് അറിയുവാനുള്ളത്. ഭരണകൂടമോ പോലീസോ കോടതിയോ അനങ്ങാത്ത അവസ്ഥയിൽ രാജ്യത്തിലെ 23 സംസ്ഥാനങ്ങളിലുള്ള 65-ലേറെ സിവിൽ സംഘടനകൾ, 200ഓളം സിവിൽ ആക്ടിവിസ്റ്റുകൾ ഒക്കെ ചേർന്ന ഈ പരിപാടി റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റിന് കത്തെഴുതിയിട്ടുമുണ്ട്. പക്ഷേ കത്തുകൾ എഴുതിയിട്ടൊന്നും യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇനി നടക്കാനുള്ളത് എന്താണ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.